ഹലോ അസ്സാം വലൈക്കും. ഇപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കോളോപ്രെപ്പ് എന്ന് പറയുന്ന ബൗൾ പ്രിപ്പറേഷൻ കിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ? കൊളോണോസ്കോപ്പി. എന്താണ് കൊളോണോസ്കോപ്പി? അതായത് ഉദര സംബന്ധമായ അസുഖം വരുമ്പോൾ, പ്രത്യേകിച്ച് വയറ്റിന്ന് ഭക്ഷണം കഴിച്ച പാട് പോവുക, അല്ലെങ്കിൽ വയറ്റിന്ന് കഫം പോവുക, രക്തം പോവുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ വൻകുടലും ചെറുകുടലിൻ്റെ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നതിനാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യുന്നേരം നമ്മുടെ വയറെപ്പോഴും കാലിയായിരിക്കണം, വയറ്റിലൊരു മലമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ഈ കോളോപ്രെപ്പ് എന്ന് പറയുന്ന മെഡിസിൻ ഡോക്ടർ എഴുതുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ, ഇതിൽ 2 ബൗളുണ്ടാവും. ബോട്ടിൽ ഇങ്ങനെ ആയിരിക്കും. ഇത് ശരിക്കും ഇതിൻ്റെ ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉള്ളതാണ് കേട്ടോ. സോഡിയം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, അതിൻ്റെ മാഗ്നീഷ്യം സൾഫേറ്റ്, ഓറൽ ബൗൾ പ്രിപ്പറേഷൻ. അപ്പോൾ ഇതിൽ ഇത്ര മരുന്നുണ്ടാവും. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം കൂടി കട്ടി കുറവുള്ള ആഹാരം മാത്രം കഴിക്കുക. ഉദാഹരണത്തിന് കഞ്ഞി, ഓട്സ്, ജ്യൂസ്. തലേ ദിവസം വൈകിട്ട് 6 മണിക്ക് കഞ്ഞി കുടിക്കുക. 6:30 ഈ ഛർദീൻ്റെ ഗുളിക, ഡൊമസ്താൽ എന്ന് പറയുന്ന ഗുളിക കഴിക്കുക. 7 മണിക്ക് കോളോപ്രെപ്പ് എന്ന് പറയുന്ന ഈ മെഡിസിൻ, അതായത് ഈ ബോട്ടിൽ ഇത്ര തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നല്ലോണം കുലുക്കുക. എന്നിട്ട് കുറച്ച് കുടിച്ച് തീർക്കുക. 1 മണിക്കൂറിനുള്ളിൽ കുടിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ തോന്നും. ശരിക്കും ഇത് വയറ് ക്ലിയറാക്കിയിട്ട് തലേന്ന് കൊളോണോസ്കോപ്പി ചെയ്യേണ്ടിയിട്ടാണ്. എന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ 2 ലിറ്റർ വെള്ളം വരെ കുടിക്കണം. കുറേ കുടിക്കാൻ കഴിയില്ല, എന്നാലും കുടിക്കുന്നത്. വയറ്റിൽ നിന്ന് ഈ വെള്ളത്തിൻ്റെ മലം പോകുന്നത് വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ അതിൽ മലത്തിൽ കൂടിയുള്ള എല്ലാ വയറ്റിലുള്ള കച്ചറെല്ലാം പോയി അതിന് ശേഷം നമ്മുടെ വയറ് ക്ലിയറാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ജെർബിസാന്ന് പറയും, ബിസാക്കോഡിൽ എന്ന് പറയുന്നൊരു ശോധനൻ്റെ ഗുളിയുണ്ട്. അപ്പോൾ അത് കഴിക്കുക. 2 ഗുളിക കഴിക്കുക. ഇതൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ക്ഷീണം തോന്നുകയാണെങ്കിൽ നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം എന്നിവ കുടിക്കാം. അതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ പരിശോധനയ്ക്ക് പോകുന്ന ദിവസം 5 മണിക്ക് ഇതേ അവസ്ഥയിൽ ഈ ഡൊമസ്താൽ എന്ന് പറയുന്ന ഗുളിക കഴിക്കുക. 5:30 കോളോപ്രെപ്പ് എന്ന് പറയുന്ന ഈ മരുന്നിൻ്റെ അടുത്ത ബോട്ടിലും, അതായത് 2 ബോട്ടിലുണ്ട്, അങ്ങനെ വെള്ളം നിറച്ച് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ വാപ്പാക്ക് നാളെ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഈ മരുന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഫുള്ളാക്കി എടുത്ത് ഇത് കുടിച്ച് തീർക്കണം കേട്ടോ. അപ്പോൾ അതേ ബോട്ടിൽ തന്നെ ഫുള്ളാക്കിയിട്ട് അതും 1 മണിക്കൂർ കൊണ്ട് കുടിച്ച് തീർക്കുക. അതിന് ശേഷം 2 ലിറ്റർ വെള്ളം വരെ കുടിക്കുക എന്നാണ് പറയുന്നത്. വയറ്റിൽ നിന്ന് വെള്ളത്തിൽ കളറിയ മലം എല്ലാം പോവുക, പൊടികളും തരികളില്ലാത്ത പോയതിന് ശേഷം 8 മണിക്ക് നമ്മളിപ്പോൾ എത്ര മണിക്കാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്, ഇപ്പോൾ 8 മണിക്കായിരിക്കും കൊളോണോസ്കോപ്പി ചെയ്യുക. ആ സമയത്ത് വയറൊക്കെ ക്ലിയർ ആയതിനു ശേഷം കൊളോണോസ്കോപ്പി ചെയ്ത് ആ വയറ്റിൻ്റെ ഉള്ളിലുള്ള സ്രവമൊക്കെ എടുത്ത് ഡയഗ്നോസ് ചെയ്ത് അത് എന്താണ് അസുഖം എന്നുപോലെ ഡയഗ്നോസ് ചെയ്ത് തരും. കൊളോണോസ്കോപ്പി ചെയ്യുന്നേരം ഇപ്പോൾ അൾസർ ആണെങ്കിൽ അത് പറയും, അൾസർ കൊളേജീവാണ് അത് പറയും. പിന്നെ ക്യാൻസറിൻ്റെ ടെസ്റ്റും ചെയ്യും കേട്ടോ. അത് പിന്നെ 2-3 ദിവസം കഴിയും. അപ്പോൾ അതാണ് ഈ കോളോപ്രെപ്പിൻ്റെ ഉപയോഗം. നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പലർക്കും ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല, ഇതെന്താണ്, ഇതെങ്ങനെയാണ് കുടിച്ച്. പക്ഷേ ഇത് കുടിക്കാനാവില്ല കേട്ടോ. ജാതി പുളിപ്പും ഉപ്പ് രസമൊക്കെ ആയിരിക്കും. കാരണം ഇത് വയറ്റിൽ നിന്ന് പോകേണ്ടിയിട്ടുള്ള സാധനം ആയതുകൊണ്ട് അതങ്ങനെയല്ലേ വരിക. സോഡിയം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നാണ്. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞു തന്നാണ്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. പലരും പറയും കൊളോണോസ്കോപ്പി ഉണ്ട് നാളെ. എന്താണ് ഈ ഒരു ഇതിലാണ് ഇത് വരിക. കോളോപ്രെപ്പ് എന്ന് പറയുന്ന ഈ 2 ബോട്ടിലും തലേന്ന് പിറ്റേന്നായിട്ട് കുടിക്കണം. എന്നാലാണ് ശരിക്കും വയറ് ക്ലിയറാകും. പിന്നെ ഇത് പോകാൻ പറ്റും. ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ തലേന്ന് കട്ടി കുറഞ്ഞ ആഹാരം കഴിക്കുക 6 മണിക്ക്. പിന്നെ 6:30 ഒരു ഗുളിക കുടിക്കുക. പിന്നെ ഈ ഒരു ബോട്ടിൽ കുറേശ്ശെ കുടിച്ച് പിറ്റേന്നും അങ്ങനെ തന്നെ. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒരു ബിസാക്കോഡിൽ നല്ല ശോധനേൻ്റെ ഒരു ഗുളിക കുടിക്കണം.
അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ഡൊമസ്റ്റാൾ എന്ന് പറയുന്ന ഗുളിക കഴിക്കുക. പിറ്റേന്ന് ഇതിൽ വെള്ളം നിറയ്ക്കുക. കുടിച്ച് 1 മണിക്കൂർ കൊണ്ട് കുടിച്ച് തീർക്കുക. ടോയ്ലറ്റിൽ പോവുക. പിന്നെ 2 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ ഓരോരോ രോഗം ഡയഗ്നോസ് ചെയ്യാൻ ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതാണ് കൊളോണോസ്കോപ്പിയും കൊളോപ്രപ്പും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.